റോങ് സെൻസിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ അതിന് കംപ്ലൈന്റും ചെയ്തിട്ടുണ്ട്. ഇവൻ ആൾക്കും വരുന്നുണ്ട്, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറെ വൃത്തികെട്ട ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയതാണ് ഇത്. ഒട്ടും എന്റെ കൊച്ചിന്റെ ലൈഫ് വെച്ചിട്ട് അവൾ കളിക്കുന്നത്. പെൺകുട്ടിയാ ലൈഫ് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കഥകൾ ഇറക്കിയ ചെയ്തത്. സത്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ ഒരുക്കി തന്നതിൽ വളരെ നന്ദി. പറയണമുണ്ട്, ഞാനിപ്പോ ലൈവ് വന്ന് വരായിരുന്നു ഇതൊക്കെ വെച്ചിട്ട്. ഹലോ ഗൈസ്, ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഫാമിലിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കില്ലേ. അനുമോളുടെ കുടുംബക്കാരെല്ലാം കൂടെ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി ഇറങ്ങിയതിനു ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ അനീഷിന്റെ ആർമി പേജസും അനീഷിന്റെ ഗ്രൂപ്പും അനീഷിന്റെ ബ്രദറും എല്ലാവരും കൂടെ ചേർന്ന് അനുമോളെ ഡിഗ്രേഡ് ചെയ്യുന്നു. വളരെ മോശപ്പെട്ട ചിത്രങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അനീഷ് ആർമിന്റെ നേതൃത്വത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അനീഷിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഇപ്പൊ ഗെയിമിൽ ഒരുപാട് പുറകോട്ടാണ്. അന്നുണ്ടാക്കിയ പോലെ ഒരു ഓളം കാര്യങ്ങളൊന്നും ഇപ്പൊ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പുറമെ അനീഷിനാണ് സപ്പോർട്ട് കൂടുതലുള്ളത്. സോ നമുക്ക് എന്തായാലും ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. കോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി. ഫാൻസുകാർ തന്നെയാണ്, അവരുടെ ആർമിക്കാരാണ് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അങ്ങനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിന്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് അനീഷിന്റെ ആർമിക്കാരാണ്. അവർക്ക് ഒഫീഷ്യൽ ഒരു പേജ് ഉണ്ടല്ലോ, അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിൻ ആയിട്ടുള്ള പേജിൽ അതിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടക്കുന്നത്. ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്ന് വെച്ചാല് നമ്മുടെ ഗ്രൂപ്പുണ്ട്, അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട്, ആർമി ഗ്രൂപ്പ്, ഫാൻസ് ഗ്രൂപ്പും ഉണ്ട്. ഇതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത്? അനുവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് പബ്ലിക് ആക്കി ഇടുന്നു. ഒരുപാട് പേര് കയറുന്നു. ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ്, യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, പബ്ലിക് ആക്കി ഇട്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. മറ്റും മത്സരാർത്ഥികളെ കുറിച്ച് ഡിഗ്രേഡ് സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആര് ശ്രദ്ധിക്കുന്നു? ചേച്ചി ഇപ്പൊ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അനീഷിനെ. അനുമോളുടെ ചേച്ചിയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ അനീഷിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേച്ചിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അനീഷിന്റെ ആർമി പേജസിലാണ് അനീഷിന്റെ ആർമിയാണ്, അനീഷിന്റെ ബ്രദർ ആണെന്നും പറഞ്ഞുകൊണ്ട് അനീഷിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരിക്കുന്ന അനീഷ് ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? അനീഷ് അതിന് എന്ത് വഹിച്ചു? പുള്ളിന്റെ ഗെയിം അസലായിട്ട് അതിന്റെ അകത്ത് കളിക്കുന്നുണ്ട്. പുറമെ ഈ ഫാൻസുകാരും ആർമി പേജസുകാരും പിന്നെ വേറെ ആൾക്കാരെല്ലാം ചെയ്ത് കൂട്ടുന്നതിന് പാവം ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കണ്ടസ്റ്റൻസ് എന്ത് വിളിച്ചു. പിന്നെ ഈ ഡിഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഘോരം പ്രസംഗിക്കുന്ന ചേച്ചിനോട് ഞാൻ പറയും, ബിഗ് ബോസ് ഹൗസിനകത്ത് ഡിഗ്രേഡും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അനുമോള് നമ്മുടെ ജിസേലിനെയും ആര്യനെയും കുറിച്ച് പറഞ്ഞ സമയത്തൊക്കെ ഒരുപാട് ഡിഗ്രേഡ് അവർക്കെതിരെ നടന്നിട്ടുണ്ട്. പുറമെ അനുമോൾ ഷാനവാസ് വിഷയത്തിൽ ഷാനവാസിനെയും, അനുമോൾ അനീഷ് വിഷയത്തിൽ അനീഷിനെയും, അനുമോൾ അപ്പാനി വിഷയത്തിൽ അപ്പാനിയെയും, അനുമോൾ അക്ബർ വിഷയത്തിൽ അക്ബറിനെയും, ഇങ്ങനെ അനുമോളെ ഒഴികെ ബാക്കി എല്ലാവരും, അതായത് അനുമോൾക്കെതിരെ റിയാക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അനുമോളുമായിട്ട് കിടപിടിച്ച് നിൽക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ പുറമെ ആളുകൾ റിയാക്ഷൻ വീഡിയോസും പോസ്റ്റേഴ്സും ട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെയും ഒരു തരത്തിൽ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും. പിന്നെ ഈ ആർമി പേജസിന്റെ കാര്യം നമുക്കറിയില്ല. നമ്മൾ ആരുടെ ആർമീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരുടെ ആർമീന്റെ ഫോളോവറോ അല്ല, ഒന്നുമല്ല. ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാത്തിലും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളോ കണ്ട് അത് റീഡ് ചെയ്യുന്നു, നോക്കുന്നു എന്നല്ലാതെ നമ്മളാരും അതിന്റെ വള്ളി പിടിച്ച് പോയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചേച്ചി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഡിഗ്രേഡ് തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിനകത്തിരിക്കുന്ന അനീഷ് ഇതൊന്നും അറിയുന്നില്ല. സോ അനീഷിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതൊരു നല്ല അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറയ്ക്കുക, അതായത് മറ്റുള്ള മത്സരത്തെ കുറിച്ച് ഡിഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇതിനെടുത്ത് അതിനെ ഡിഗ്രേഡ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പൊ നടക്കുന്നത്. ഇല്ല, ഇപ്പൊ ഞാൻ ഞാൻ ഉള്ളിലോട്ട് പോകുന്നത്, ഞാൻ ഇമോഷണലി വീക്കാണ്. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ കണ്ണു നിറയും. എന്റെ അമ്മയും അങ്ങനെയാണ് നമ്മള്. അവര് ഡ്രാമ കളിക്കുകയല്ല, അവര് ഒറിജിനൽ സ്വഭാവം അത് തന്നെയാണ്. എല്ലാവർക്കും അറിയാം, അവര് ഭയങ്കര സോഫ്റ്റ് ആണ്, അവര് പെട്ടെന്ന് കരയാണ്. എന്റെ കണ്ണിൽ നിറഞ്ഞത് കണ്ടു. അതുപോലെ തന്നെയാണ് എന്റെ അമ്മയെ പോലെ തന്നെയാണ് അവര്. 100% ഉറപ്പിച്ച് പറയാം, അവർ ഡ്രാമ കളിക്കുന്നതല്ല. ശരി, അത് ഡ്രാമ കളിക്കുന്നതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. കാരണം അനുമോളെ ക്യാരക്ടർ വെച്ചിട്ട് സ്റ്റാർ മാജിക്കിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം അതിലും പുള്ളിക്കാരി ഇങ്ങനെ തൊട്ടനും പിടിച്ചതിനൊക്കെ വല്ലാതെ ഇമോഷണലി കരഞ്ഞ് വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ കരഞ്ഞ് കളിക്കുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കരയുന്നതിനൊന്നും ആരും ഒരു വിഷയം പറയുന്നില്ല, ഡ്രാമ ഇറക്കുന്നതാണെന്നും പറയുന്നില്ല. ഓരോരുത്തരുടെ മനസ്സിന് ഓരോ കപ്പാസിറ്റി ആയിരിക്കും. ചിലപ്പോൾ പൂ പോലെയുള്ള മനസ്സുണ്ടാവും, ചിലപ്പോൾ കാര്യം പോലെയുള്ള മനസ്സുണ്ടാവും. ചില ആൾക്കാർ പെട്ടെന്ന് കരയും, ചില ആൾക്കാർ അത്ര പെട്ടെന്നൊന്നും കരയില്ല, ചില ആൾക്കാർ എന്ത് വന്നാലും കരയില്ല. അങ്ങനെയൊക്കെ ഓരോ കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നിട്ടുമുണ്ട്, നിൽക്കുന്നുമുണ്ട്. സോ കരച്ചിൽ ഡ്രാമയാണെന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല. പിന്നെ ഈ ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് കമന്റ് ബോക്സിൽ ഇപ്പം 2 കമന്റ് വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് നേരമായിട്ടുള്ളൂ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്.
അതിന്റെ താഴെ രണ്ട് കമന്റേ വന്നിട്ടുള്ളൂ. ആ 2 കമന്റ് ഞാൻ വായിക്കാം. ദിൽഷ, ജാസ്മിൻ ജാഫർ ഒക്കെ ഇതിൽ കൂടുതൽ സൈബർ അറ്റാക്ക് ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ പോയത്? അതെ, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോയത്. അപ്പം സൈബർ അറ്റാക്ക് ഉണ്ടാവും, ചിലപ്പോൾ കളിയാക്കേണ്ടി വരും, ചില ആൾക്കാർ ട്രോൾസ് ചെയ്യും, ചില ആൾക്കാർ റിയാക്ഷൻ ചെയ്യും, ചില ആൾക്കാർ നല്ലത് പറയും. അപ്പോൾ അതൊക്കെ നേരിടാനുള്ളൊരു മനസ്സ് വേണം. അതിനിങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മോളെ ന്യായീകരിച്ചോളൂ, പക്ഷേ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മോശം പറയണ്ട. ആരിനെയും ജിസയിലെയും അനു പറഞ്ഞതോ പുതപ്പിനടിയിലെ കാര്യമെന്ന് അവർക്കും ജീവിതമില്ലേ? അതെ, അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് അതിനകത്ത് നടന്നിട്ടുണ്ട് അല്ലെ. അക്ബറിന്റെ നോട്ടം ശരിയില്ല എന്ന് അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അവിടെ അനുമോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് അക്ബറിനെയാണ് ഡിഗ്രേഡ് ചെയ്തത്. അത് അക്ബറിന് പുറമെ വല്ലാത്തൊരു രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കി. അക്ബറിന്റെ വൈഫ് വരെ വന്ന് പറഞ്ഞു അങ്ങനെ അതാക്കരുത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പാനിയായിട്ടുള്ള ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ അപ്പാനിനെ ഒരുപാട് പേര് ഡിഗ്രേഡ് ചെയ്ത് അനുമോളെ സപ്പോർട്ട് ചെയ്തു. അപ്പോഴൊന്നും നിങ്ങൾ ആരും അനുമോളെ സപ്പോർട്ട് ചെയ്തല്ലോ, അപ്പാനിനെ ഡിഗ്രേഡ് ചെയ്തല്ലോ എന്നും പറഞ്ഞു വന്നിട്ടില്ല. സ്വന്തം മകളെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അനാവശ്യം പറയുന്നു, ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങി എന്ന് അറിഞ്ഞ സമയത്തുള്ള ഒരു തരം രോക്ഷമാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത് ഡാനി സത്യൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് ജീവന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഇവർ വേറെ ഏതൊരു ചാനലിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര മോശമായിട്ട് യൂട്യൂബേഴ്സ് അവരുടെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നൊക്കെ വേറെ ഏതോ ഒരു പെൺകുട്ടിയും കൂടെ നിൽക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പിനകത്ത് അവരിങ്ങനെ പറയുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇവരെടുത്ത് വെച്ചിട്ട് അനുമോൾ ഡിഗ്രേഡ് ചെയ്യാണ് എന്ന് ഇവർ പറയുന്നത്. പുറമെ ഫാൻസ് ചെയ്യുന്നതും ഇത് കാണുന്ന വ്യൂവേഴ്സിനോട് പറയുന്നത്, പുറമെ ഫാൻസ് ചെയ്യുന്നതും ആർമി പേജസ് ചെയ്യുന്നതും ഒന്നും നോക്കിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആർക്കും വോട്ട് കൊടുക്കരുത്. ബിഗ് ബോസ് ഹൗസിനകത്ത് ലൈവ് കാണുന്നവരും എപ്പിസോഡ് കാണുന്ന ആൾക്കാരും പിന്നെ ഈ നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ സമ്മർ മീഡിയ പോലെയുള്ള ആളുകൾ. അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ ഹൗസിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കുക. അല്ലാതെ പുറമെ അനീഷിന്റെ ഫാൻസ് അനുമോളെ ഡിഗ്രേഡ് ചെയ്തു, അനുമോളുടെ ഫാൻസ് അനീഷിനെ ഡിഗ്രേഡ് ചെയ്തു, എനിക്കെതിരെ ഇവർ പോസ്റ്റ് ഇട്ടു, എനിക്ക് അവർ കമന്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് പുറമെ ഈ ഫാൻസുകാരും ആർമിക്കാരും ഉണ്ടാക്കുന്ന തല്ലിനിടയ്ക്ക് വിട്ടിട്ട് വോട്ട് മറച്ചിട്ട് അർഹതയില്ലാത്ത കൈകളിലേക്ക് ആ ബിഗ് ബോസിന്റെ കപ്പ് എത്തിക്കാതിരിക്കാൻ വേണ്ടി കാണുന്ന വ്യൂവേഴ്സ് മാക്സിമം ശ്രദ്ധിക്കാം. 7 വർഷമായിട്ട് നിൽക്കുന്നതായിരുന്നാലും അവളെ കൂടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിക്ക് എല്ലാം അറിയാം. എന്നെക്കാട്ടും കൂടുതൽ അറ്റാച്ച്മെന്റ് ചേച്ചിയാണ്. അതുകൊണ്ടാണ് ചേച്ചി സപ്പോർട്ടിന് പോയത്. പോവാത്ത അച്ഛനും അമ്മയും പോയി അവൾ ഇനി ഇമോഷണലി വീക്ക് ആവും. കാരണം അവരെക്കാട്ടും വീക്കാണ് ഇവര്. അതുകൊണ്ടാണ് എനിക്കും പറ്റില്ല. അതുകൊണ്ടാണ് സപ്പോർട്ടിന് ചേച്ചി വിട്ടത്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പോയത്. അവർക്ക് വിഷമമുണ്ട് അച്ഛൻ വരാത്തതില്. പക്ഷെ അവൾ പോയി കണ്ട് ഹാപ്പി അല്ലേ? ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്. ഗെയിമുള്ള ആളാണെന്ന് നമുക്കറിയാം. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് പോകുന്നു. ഇനി ഗെയിം എങ്ങനെ മറിയുമെന്ന് നമുക്കറിയില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഗെയിം എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പം വരുന്നുണ്ട്. അവളൊക്കെ ഗെയിമിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, അനു ഒഴിച്ച് ബാക്കി ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോവാം എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അനുവാണ് ഓൾമോസ്റ്റ് ഒരു ബെസ്റ്റ് പ്ലെയർ. പക്ഷേ ഡീഗ്രേഡിങ് ചെയ്യുന്ന നമുക്ക് പറയാം. പേഴ്സണലി നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഇത് ആർമി പേര് തന്നെയാണ്. 100% നമുക്ക് തെളിവുണ്ട്. നമുക്ക് കിട്ടിയതാണ്. ഇത് ഒട്ടും എന്റെ കൊച്ചിന്റെ ലൈഫ് വെച്ചിട്ട് അവള് കളിക്കുന്നത്. പെൺകുട്ടിയാ ലൈഫ് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കഥകൾ ഇറക്കിയ ചെയ്തത്. സത്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ ഒരുക്കി തന്നതിൽ വളരെ നന്ദി. എനിക്ക് പറയണമെന്നുണ്ട്. ഞാനിപ്പോ ലൈവ് വരായിരുന്നത് ഇതൊക്കെ വെച്ചിട്ട്. ഏതാണ് ആ വീഡിയോസ് അല്ലെങ്കിൽ ആ ഇമേജസ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക എന്താ സംഭവം എന്നുള്ള കാര്യങ്ങളെ. ഞാൻ ഇതേവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അനുമോള് ഇങ്ങനെ തലയും കുത്തി വീഴുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട് പതക്കോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ മോശം ചിത്രങ്ങളോ അത്തരത്തിലെ പോസ്റ്റേഴ്സോ ഒന്നും ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യാട്ടോ എന്താ സംഭവം എന്ന്. സത്യം നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ലൈവ് വരുമോ? അവിടെ പോയി കണ്ടിട്ട് വന്നിട്ട് ലൈവ് വരാനിരുന്നതാണ്. ഇങ്ങനൊരു അവസരം തന്നു വളരെ സന്തോഷം. റോങ് സെൻസിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ അതിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ആൾക്കും വരുന്നുണ്ട്, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ വൃത്തികെട്ട ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് അനീഷായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അനീഷ് ആർമി ചെയ്യുന്ന എന്തിനാണ്? അതിനെക്കാട്ടിലും അനീഷിന് ഓട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. അവർക്കൊരു ലൈഫ് ഉള്ളതാണ്. അത് നമുക്ക് ഒട്ടും ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്യാനാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അനുവിന്റെ PR ആണ് അവര് പോവാൻ കാരണം, ജിഷിൻ പോവാൻ കാരണം, എന്ത് അങ്ങനെ ഒന്നും തന്നെ അവിടെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളെല്ലാം ഗ്രൂപ്പ് കോമൺ ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. എങ്ങനെയെന്നറിയാം, അനുവിന്റെ ഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ്. ആർക്ക് വേണോ നിങ്ങൾക്ക് ഒന്നും കാണും. അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് കാണും. എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സ് അതിനകത്തുണ്ട്. ഇവരെന്ത് ചെയ്യും? വന്ന് ചാറ്റ് നടത്തും. ഇന്ന ആൾക്ക് ഇന്ന വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടത്തിയിട്ട് ഇതിന്റെ വോയിസ് ക്ലിപ്പ് ചാറ്റ് ഉൾപ്പെടെ യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പൊ അവരെന്തോ വിചാരിക്കും നമ്മളാണ് ചാറ്റ് നടത്തിയത്. മനസ്സിലായോ? ഇത് പുറത്തു പോയി അനുവിന്റെ ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചിട്ട് അനുവിനെ ഡിഗ്രേഡ് ചെയ്യും. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. എന്തൊക്കെ കാണണം അല്ലേ? ഇവർ ഈ പുറമെ കിടന്നിട്ട് ഈ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. അനീഷിന്റെ ആർമി പുറമേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ
അങ്ങനെ മോശപ്പെട്ട രീതിയിലെ ചിത്രങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ടൊക്കെ അയച്ചിട്ട് നിങ്ങളെ പേഴ്സണലി തകർക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാം. അത് അനീഷിന് അതിൽ പങ്കില്ല. പുള്ളി ഇതൊന്നും അറിയുന്നില്ല, അതിനകത്ത് എന്താ നടക്കുന്നത്, പുറമെ എന്താ നടക്കുന്ന കാര്യമൊന്നും പുള്ളി അറിയുന്നില്ല. അങ്ങനെ ഇരിക്കെ പുറമെ ഇത്തരത്തിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുന്നത് അത് അനീഷിന്റെ ആർമി തന്നെയാണ്. ഒരുപക്ഷെ അനീഷിന്റെ പേരിൽ ഒരു ആർമി തുടങ്ങിയിട്ട് അത് അനീഷിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോളുടെ, അതായത് ഈ അനുമോളുടെ മോശപ്പെട്ട ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അത് അനീഷ് ആർമിയാണെന്ന് വരുത്തി തീർത്തതിനു ശേഷം അനീഷിനെ അവിടെ മോശപ്പെടുത്തി അനീഷിന് കിട്ടേണ്ട വോട്ടും കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിന്റെ പരിപാടിയാണെങ്കിലോ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അനുമോളും അനീഷാണ് എടുത്തുന്നത്, ഷാനവാസ് പുറകിലാണ്. അപ്പൊ അനീഷിനെ ഡിഗ്രേഡ് ചെയ്ത് അനുമോള സപ്പോർട്ടേഴ്സിനെ വേറെ ആൾക്കാർക്കും കൂടെ ഇങ്ങനെ പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അനീഷ് പുറകോട്ട് പോകും. അതിനൊക്കെ വേണ്ടിയുള്ള ചില ഡ്രാമകളും കാര്യങ്ങളൊക്കെ ആണെന്ന് ആരും കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മോശപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ലീഗലി മൂവ് ചെയ്യണം. ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുക, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിനെയൊക്കെ സമീപിക്കുക. അല്ലാതെ അനീഷ് ആർമിയാണ്, അനീഷിന് വേണ്ടിയാണ്, അനീഷിന്റെ ബ്രദർ ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൂഫ് കിട്ടിയെന്നും പറഞ്ഞിട്ട് വെറുതെ വായ്ത്താളടിക്കാതെ വിത്ത് പ്രൂഫ് ആളുകൾ അത് അറിയിക്കുക, അതല്ലെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ നേരിടുക. ഇപ്പൊ നിങ്ങൾ ചെയ്തതും അക്ഷരാർത്ഥത്തിൽ അനീഷിനെ ഡിഗ്രേഡ് ചെയ്യാണ്. ഇപ്പൊ അനീഷിനെയും അനുമോളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിൽ അനീഷിനെ കുറിച്ചിട്ടൊരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും അനുമോളോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ബയാസ്ഡ് ആയിട്ട് അനീഷിനെ വെറുക്കാനും ഇപ്പൊ അനീഷിനെ പിന്നോട്ടാക്കാൻ വേണ്ടിയിട്ട് അനീഷിന്റെ പുറകിൽ ഷാനവാസ വേറെ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ അവർക്ക് വോട്ട് മറിച്ചിട്ട് അനീഷിനെ പുറകോട്ട് തള്ളാനൊക്കെ നോക്കുള്ളൂ. ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അനീഷിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അനുമോളുടെ ഫാൻസിനെയും അനുമോളെ സപ്പോർട്ടേഴ്സിനെയും അനീഷിനെയും അനീഷിന്റെ ആർമി ഗ്രൂപ്പിനും എതിരെ തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കുറച്ച് ലോജിക്കായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിലിപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇനി കൂടുതലായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.